ഹലോ ഗുമേഷ്. അങ്ങനെ ലക്നൗ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തകർത്ത് പഞ്ചാബ് കിങ്സ് അവരുടെ തുടർ തോൽവികൾക്ക് വിടമിട്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ശ്രേയസ് ഒരു കിടിലൻ ഇന്നിങ്സാണ് പഞ്ചാബിനെ അവരുടെ 7ാം വിജയത്തിലേക്ക് എത്തിച്ചതും അതുപോലെ തന്നെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കാത്തതും. ശ്രേയസ് നല്ല 51 പന്തിൽ 5 4 11 6 ഉൾപ്പെടെ 101 റൺസാണ് ശ്രേയസ് നേടിയത്. അതൊരു കിടിലൻ ഫിനിഷോടുകൂടിയായിരുന്നു. അതായത് ജയിക്കാൻ 3 റൺസും ശ്രേയസ് സെഞ്ചുറി അടിക്കാൻ 6 റൺസും വേണ്ടിയിരിക്കെ മോഹൻ സിംഗ് ഖാൻ പറഞ്ഞ 18ാം ഓവറിലെ അവസാന പന്ത് സിക്സർ പുറത്ത് ശ്രേയസ് തൻ്റെ IPL തന്നെ മെയ്ഡ് ഇൻ 100 ആണ് നേടിയത്. അതുപോലെ തന്നെ ഈ IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ പിറന്ന ഒരു സീസൺ കൂടിയാണ് IPL. 14 സെഞ്ചുറികളാണ് ഇതുവരെ ഈ IPL പിറന്നത്. ഇതിനു മുമ്പ് 2024 14 സെഞ്ചുറികൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു ജയത്തോടുകൂടി പഞ്ചാബിന് ചെറിയ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് 2 കാര്യങ്ങൾ സംഭവിക്കണം. മുംബൈ രാജസ്ഥാനെയും അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്തയും തോൽപ്പിച്ചാൽ പഞ്ചാബിന് ഈസിയായി പ്ലേ ഓഫ് കളിക്കാം. പക്ഷേ രാജസ്ഥാൻ മുംബൈ തോൽപ്പിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ പ്ലേ ഓഫ് എടുക്കും, പഞ്ചാബ് പുറത്താകും. രാജസ്ഥാൻ തോറ്റാൽ കൊൽക്കത്ത ഇന്ന് ഡൽഹിയെ തോൽപ്പിക്കുകയാണെങ്കിൽ കൊൽക്കത്തയ്ക്കായിരിക്കും സാധ്യത. പക്ഷേ റൺ റേറ്റ് നോക്കുമ്പോൾ പഞ്ചാബിനാണ് കൂടുതൽ. കൊൽക്കത്ത വലിയൊരു മാർജിനിൽ ജയിച്ചാലാണ് KKR പ്ലേ ഓഫ് കളിക്കുന്നത്. ഞാൻ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ ഒക്കെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പഞ്ചാബ് ഈ സീസണിൽ കപ്പെടുക്കണം എന്നാണ്. കാരണം ഇതുവരെ കപ്പ് നേടാത്ത ടീമുകളിലൊന്ന് പഞ്ചാബാണല്ലോ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരിനോട് ഫൈനൽ തോറ്റ് പുറത്തായെങ്കിലും ഈ സീസണെങ്കിലും പഞ്ചാബ് കപ്പെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റത്തെ ഒരു ഇന്നിങ്സ് സ്ട്രീക്കിന് ശേഷം പിന്നെ തോൽവികളായിരുന്നു പഞ്ചാബിൻ്റെ വക. ഒരു ഘട്ടത്തിൽ പ്ലേ ഓഫിൽ പോലും കിടക്കില്ല എന്ന് തോന്നിപ്പോയി. പക്ഷെ ഇപ്പോഴും കാര്യങ്ങളൊക്കെ തുലാസിലാണ്. ഇന്ന് രാജസ്ഥാൻ ജയിക്കുകയെന്ന് വെച്ചാൽ പഞ്ചാബിന് വീണ്ടും അടുത്ത സീസൺ വരെ കാത്തിരിക്കുകയും ചെയ്യും. ടോസ് നേടിയ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് LSTയെ ബാറ്റിങ്ങിനൊക്കെ ആയിരുന്നു. LSTക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത ഇപ്രാവശ്യം ജോർജ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ആംഗ്ലീഷ് കുൽക്കർണിയായിരുന്നു. കാരണം മിച്ചൽ മാർഷ് ഇന്നലെ LSTക്ക് വേണ്ടി ഉണ്ടായില്ല. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായ അർജുൻ ടെണ്ടുൽക്കർ ഇന്നലെ ആദ്യമായിട്ട് മത്സരത്തിനിറങ്ങിയ ഒരു മാച്ചും കൂടിയായിരുന്നു. അർജുൻ ടെണ്ടുൽക്കറിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചു. പക്ഷേ ബോളിങ്ങിൽ ഇന്നലെ ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചു. ബാറ്റിങ്ങിൽ കാര്യം ശോഭിക്കാൻ സാധിച്ചില്ല. വെറും 5 പന്തിൽ 5 റൺസ് മാത്രം ഇന്നലെ അർജുൻ ടെണ്ടുൽക്കർക്ക് നേടാൻ സാധിച്ചുള്ളൂ. 4 ഓവറുകളിൽ 36 റൺസ് മാത്രം വഴങ്ങി പഞ്ചാബിൻ്റെ സിമ്രാൻ സിംഗിനെയാണ് ഇന്നലെ അർജുൻ ടെണ്ടുൽക്കർ പുറത്തേക്കിയത്. അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു അർജുൻ ടെണ്ടുൽക്കറിന്റെ ഭാഗത്തുനിന്ന്. അതായത് സീസണിലെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങിയ അർജുൻ ടെണ്ടുൽക്കറിന്റെ ഭാഗത്തുനിന്നുണ്ട്. പവർ പ്ലേ തന്നെ LSD ബാറ്റർമാരായ ആംഗ്ലീഷ് കുൽക്കർണി എന്നുള്ള ഗോൾഡൻ ഡക്കാണ്. ആസ്മത്തുള്ള മത്സരമാണ് ആംഗ്ലീഷ് കുൽക്കർണിനെ പവർ പ്ലേയിലെ 2ാമത്തെ ഓവറിൽ പുറത്താക്കിയത്. പിന്നീട് വണ്ടാണ് വന്ന നിക്കോളാസ് പൂരാനെ തൊട്ടടുത്ത ഓവറിൽ തന്നെ മാർക്കോ ജോൺസൺ പുറത്താക്കിയെങ്കിലും 3ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ജോർജ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ആയുഷ് ബദാനും ചേർന്നു ലക്നൌവിന് ഒരു പവർ പ്ലേ ഒരു ഭേദപ്പെട്ട സ്കോർ സമ്മാനിക്കുകയായിരുന്നു. 66 റൺസാണ് ഞങ്ങളെ പവർ പ്ലേ LSD നേടിയത്. എടുത്തു പറയേണ്ടത് ജോർജ് ഇംഗ്ലീഷിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനമാണ്. പുള്ളി LSDയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് LSD ടീമിനോട് ചേർന്നത്. ഒരു പക്ഷേ നേരത്തെ LSDയോടൊപ്പം ചേർന്നെങ്കിൽ LSDയുടെ മത്സരഫലങ്ങളൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു. കാരണം നല്ല ഫോമിലാണ് ജോർജ് ഇംഗ്ലീഷിൻ്റെ ബാറ്റിംഗ്. കഴിഞ്ഞ 5 ഇന്നിങ്സുകളിൽ തന്നെ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഓവർ 50 എബോവ് സ്കോർ ചെയ്യുന്നത് അദ്ദേഹം. അല്ലാതെ 44 പന്തിൽ നിന്ന് 9 4ഉം 2 6ഉം ഉൾപ്പെടെ 72 റൺസാണ് ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ ആയുഷ് ബദോനി എന്നുള്ള 18 പന്തിൽ നിന്ന് 5 4ഉം 3 6ഉം ഉൾപ്പെടെ 43 റൺസും. ആയുഷ് ബദോനിയുടെയും അതൊരു നല്ല കിടിലൻ ഇന്നിങ്സ്, അതായത് കുറച്ച് നാൾക്ക് ശേഷം കണ്ടത്. LSDയുടെ ഈ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത് നിർണായകമായ 3 പാർട്ണർഷിപ്പുകളാണ്. അതായത് ജോർജ് ഇംഗ്ലീഷും ആയുഷ് ബദാനും ചേർന്ന് 3ാം വിക്കറ്റിൽ ഒത്തുചേർന്ന 49 റൺസിൻ്റെ പാർട്ണർഷിപ്പും. പിന്നീട് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 65 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ടും. പിന്നീട് വന്ന അബ്ദുൾ സമദുമായിട്ട് ഒരു 35 റൺസിൻ്റെ പാർട്ണർഷിപ്പും LSDയെ 196 എന്നൊരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് എത്തുകയായി. 20 പന്തിൽ 3 വീതം 4 6 ഉൾപ്പെടെ 37 റൺസ് നടന്ന അബ്ദുൾ സമദിൻ്റെ ഒരു ഫിനിഷോടുകൂടിയാണ് ഇന്നലെ LSD ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. നല്ലൊരു ഫിനിഷിംഗ് നൽകാനും അബ്ദുൾ സമദിന് സാധിച്ചു. LSDയുടെ ഒരു പിച്ചിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ലക്നൗ ബോളിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഡിഫെൻഡ് ചെയ്യാവുന്നൊരു സ്കോർ തന്നെയായിരുന്നു ഈ 196 എന്നൊരു സ്കോർ. പക്ഷെ പഞ്ചാബിന് ഇന്നലെ ജയിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ പഞ്ചാബിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ബോളറായത് മറ്റാരുമല്ല, ഇന്ത്യയുടെ സ്വന്തം ചെമ്പയ അർഷ്ദീപ് സിംഗാണ്. 3 ഓവറിൽ ഇന്നലെ വിട്ടുകൊടുത്ത 52 റൺസാണ്. അതായത് പഞ്ചാബ് ബോളർമാരിൽ ഏറ്റവും കൂടുതൽ എക്കണോമി റേറ്റുള്ള ബോളറായി മാറുകയായിരുന്നു അർഷ്ദീപ് സിംഗ്. 17.30 ഇന്നലെ അർഷ്ദീപ് സിംഗിൻ്റെ ഒരു എക്കണോമി റേറ്റ് വന്നത്. ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ മാർക്കോ ജോൺസൺ ആയാലും ആസ്മത്തുള്ള മസായ ചഹായാലും ശശാങ്ക് സിംഗ് വരെ
10ന് താഴെ എക്കണോമിയിലാണ് ഇന്നലെ പന്തെറിഞ്ഞത്. അങ്ങനെ LSDയുടെ ഈ ഒരു 196 സ്കോർ ചേസ് ചെയ്യാനായിട്ട് പഞ്ചാബ് ഓപ്പണേഴ്സായ പ്രിയാൻഷാരിയും പെപ്സിമാസനും വരുന്നു. പ്രിയാൻഷാരിയെ ആദ്യ ബോളിൽ തന്നെ ഗോൾഡൻ ടക്കാക്കി മുഹമ്മദ് ഷമി പഞ്ചാബിനെ ഞെട്ടുകയായിരുന്നു. പ്രിയാൻഷാരി ഇപ്പോൾ റീസെൻറ്റ് മാച്ചിലൊക്കെ കുറച്ചൊന്ന് ഫോമൗട്ടാണ്. അതാണ് പഞ്ചാബിനെ തോൽവിയിലേക്ക് നയിക്കുന്നത്. കാരണം പ്രഭ്സിമ്രാൻ സിംഗ് പ്രിയാൻഷാരിയെ തുടങ്ങുന്ന ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് ഉണ്ട്. അതാണ് പഞ്ചാബിനെ എപ്പോഴും മികച്ച ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നത്. എസ്പെഷ്യലി ബാറ്റിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പഞ്ചാബ് ടീം. പിന്നീട് വണ്ടോണായി വന്ന കൂപ്പർ കൂന്നിലെയും മുഹമ്മദ് ഷമി തന്നെ മടക്കിയതോടുകൂടി പഞ്ചാബിന് പവർ പ്ലേയിൽ തന്നെ ബാറ്റിംഗ് തകർച്ച നേരിടേണ്ടി വന്നു. പഞ്ചാബ് വീണ്ടും ഒരു തോൽവിയിലേക്ക് പോവുകയാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. എന്നാൽ പിന്നീടാണ് പഞ്ചാബ് ഇന്നിങ്സിന്റെ കരുത്തായി 3ാം വിക്കറ്റിൽ ഒരു നിർണായകമായ കൂട്ടുകെട്ട് കൊടുക്കുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പ്രഭ്സിമ്രാനും ചേർന്ന് 3ാം വിക്കറ്റിൽ 140 റൺസാണ് ഒരു കൂട്ടിച്ചേർത്ത് പഞ്ചാബിനെ ഈസിയായി വിജയത്തിലേക്ക് എത്തിച്ചത്. 15ാം ഓവറിൽ അർജുൻ ടെണ്ടുൽക്കർ, അതായത് സീസണിലെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ അർജുൻ ടെണ്ടുൽക്കർ പ്രഭ്സിമ്രാൻ സിംഗിനെ LB ആക്കിയാലും അതൊരു നല്ല ബോളായിരുന്നു. നല്ലൊരു യോർക്കർ ബോള് പ്രഭ്സിമ്രാൻ സിംഗിനെ വിക്കറ്റ് മുന്നിൽ കൊടുക്കുകയായിരുന്നു. 39 പന്തിൽ 7 4 2 6 ഉൾപ്പെടെയാണ് ഉൾപ്പെടെ 69 റൺസാണ് പ്രഭ്സിമ്രാൻ സിംഗ് ഇന്നലെ പഞ്ചാബിന് വേണ്ടി നേടിയത്. എങ്കിലും സൂര്യാൻഷയെ വിട്ടുപിടിച്ച് ശ്രേയസ് അയ്യർ പഞ്ചാബിനെ അവരുടെ 7ാം ജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു തുടർ തോൽവികളുടെ പരമ്പര ക്യാപ്റ്റൻ തന്നെ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അതുപോലെ ശ്രേയസിൻ്റെ IPL മെയ്ഡ് 100 കൂടി അവിടെ പിറക്കുകയായിരുന്നു. അപ്പോൾ ഇനി പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് കയറി കപ്പടിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനൊന്ന് 2 കാര്യങ്ങൾ നടന്നേ പറ്റൂ. മുംബൈ രാജസ്ഥാനെ തോൽപ്പിക്കുകയും അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്തയും തോൽപ്പിച്ചാലാണ് പഞ്ചാബ് സൺറൈസേഴ്സുമായി എലിമിനേറ്റർ കളിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.